എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മാങ്ങാ പുളിശ്ശേരിയും ചപ്പുപ്പേരിയും ഉണ്ടാക്കുന്നത്, അതായത് ഇലത്തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച പച്ചച്ചീര വെച്ചിട്ടാണ് ഞാനിന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. പച്ചച്ചീര പാലക്ക് എന്നൊക്കെ പറയുന്നത് പച്ചച്ചീര തന്നെയാണല്ലോ. അതുപോലെ ഇത് ഇവിടുന്ന് 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇവിടെ അടുക്കളത്തോട്ടത്തിൽ കോളിഫ്ലവർ, വഴുതിന ഒക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ഇന്നാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ കറി ഉണ്ടാക്കുന്നതൊക്കെ. പച്ചച്ചീര മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ 4-5 ഉള്ളി വെളുത്തുള്ളി ചതച്ചിടണം. ഇത് കടുക് വറുത്തിട്ട് അതിലോട്ട് ഈ ഇലയിട്ടിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട്, വെള്ളം ചേർക്കേണ്ടതില്ല, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ തന്നെ ഇലയായതുകൊണ്ട് ഇതിൽ തന്നെ വെള്ളം വരും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചീര വെന്ത് കഴിഞ്ഞ് നമുക്കിനി ഇതിലോട്ട് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. ലാസ്റ്റ് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കടുക്കാശി മാങ്ങ പറയും, ചെറിയൊരു തരം മാങ്ങയാണിത്. നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ് ഇതിന്. ഈ മാങ്ങ വെച്ചിട്ടാണ് നമ്മളിന്ന് മാങ്ങാ കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഇത് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ 2 സൈഡാണ് ഞാനൊന്ന് മുറിച്ചിട്ടിടുന്നത്. ചില മാങ്ങകളിൽ പുഴുവൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മുറിച്ച് നോക്കിയിട്ടാണ് ചെയ്യാറ്. ഇതുപോലെ 2 വശം കീറിയിട്ടിട്ട് നോക്കും, എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട്. ചിലതിൽ അങ്ങനെ പുഴുവൊക്കെ വരാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത്തവണ ഉണ്ടായതിൽ അങ്ങനെ പുഴുവിനെ കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ മുറിച്ചിട്ടാണ് വേവിക്കുന്നത്. നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ട് ആണിപ്പോൾ വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരണി വെല്ലം കൂടി ഇടുന്നുണ്ട്, അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് അരവിനുള്ള തേങ്ങ റെഡിയാക്കാം. തേങ്ങയും ചുവന്ന മുളക് വാട്ടിയതും ജീരകമാണ് അരച്ചെടുക്കുന്നത്. ഈ മാങ്ങ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതുപോലെ ആറാൻ വെച്ചിട്ട് അതിൻ്റെ തൊലി പിഴിഞ്ഞിട്ട് അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് ഉണ്ടാവുക. തൊലി പിഴിഞ്ഞ് അതിൻ്റെ സത്തെടുത്തിട്ട് ഈ മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് അരവ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്കിനി കറിവേപ്പില തണ്ടോടുകൂടി ഇടാം. അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അരവ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിൽ മോര് ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ പുളിശ്ശേരിക്ക് മോരോ പുളിയോ ചേർക്കാറുണ്ട്. ഇത് മധുരവും മാങ്ങയുടെ ചെറിയൊരു പുളി ഇതിനുണ്ടാവും ഓൾറെഡി. അതുകൊണ്ട് നമുക്ക് വേറെ മോരൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലോട്ട് കടുക് വറുത്ത് ചേർക്കാം. നമ്മുടെ മാങ്ങാക്കൂട്ടാൻ ഇവിടെ റെഡിയായി. ഇന്നുണ്ടാക്കിയ ചപ്പുപ്പേരിയും മാങ്ങാക്കൂട്ടാനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കൂട്ടാനും ഒരു തോരനാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്